ദൈവത്തിന് മഹത്വം. ഇത് അവൻ്റെ ശബ്ദം നിനക്കായി. സഹായം നിനക്ക് കർത്താവിൻ്റെ നാമത്തിലാണ്. സങ്കീർത്തനം 124:8 നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. 124 സങ്കീർത്തനം നിർണായക ഘട്ടത്തിൽ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഭാവന ചെയ്യുകയാണ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, തമ്മിലുള്ള വ്യത്യാസം എന്ത്? ദൈവം കൂടെ ഇല്ലായിരുന്നെങ്കിൽ സമ്പൂർണ്ണ തകർച്ചയായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കാൻ സങ്കീർത്തനക്കാരൻ 3 കാര്യങ്ങൾ ആണ് ഈ സങ്കീർത്തനത്തിൽ ചെയ്യുന്നത്. 1, ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക. 1 മുതൽ 5 വരെ. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വിടുതലിനും സംരക്ഷണത്തിനും അവനെ സ്തുതിക്കുക. 3, ദൈവം നിങ്ങളെ എങ്ങനെ സഹായിച്ചു എന്ന് മറ്റുള്ളവരോട് പറയുക. വളരെ ചെറുതാണെങ്കിലും അത്യന്തം ശക്തിയായ ഒരു വാക്കാണ് എങ്കിൽ, ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളത്. 1-ാം വാക്യത്തിൽ ഇത് 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഒരു പ്രളയത്തിൽ വിഴുങ്ങപ്പെട്ടുന്ന ചിത്രമാണ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നാണ് ഒരു സമ്പൂർണ്ണ വിനാശം. യോഹന്നാൻ 15:5 കർത്താവായ യേശു പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താണ്? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഗലാത്യർ 6:3 പൗലോസ് പറയുന്നത്, താൻ അല്പനായിരിക്കെ താൻ മഹാൻ എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നുവെന്നാണ്. ദൈവത്തെ കൂടാതെ ജീവിതം കരുപ്പിടിപ്പിക്കാം എന്ന് നിരൂപിക്കുന്നവർ തന്നെത്താൻ വഞ്ചിക്കുകയാണ്. 118-ാം സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ആരെ പേടിക്കും? മനുഷ്യർ എന്നോട് എന്തു ചെയ്യുമെന്നാണ്. പൗലോസ് റോമാലേഖനത്തിൽ ചോദിക്കുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്നാണ്. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് എന്ന പ്രയോഗം ആരോഹണ സങ്കീർത്തനങ്ങളിൽ 3 പ്രാവശ്യമുണ്ട്. കർത്താവിൻ്റെ നാമത്തിലെ കർത്താവ് യേശുവാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി ഇതാണ്. ആശ്രയം ചിലർക്കു രഥത്തിൽ വിശ്രമം, അശ്വബലത്തിൽ എന്നാശ്രയമെന്നും യേശുവിൻ ഭുജത്തിൽ ആരെ ഞാൻ ഭയപ്പെടും. പാരിലായുസിൻ നാളുകളെല്ലാം ആശ്രയം ചിലർക്കു രഥത്തിൽ വിശ്രമം, അശ്വരഥത്തിൽ എന്നാശ്രയമെന്നും യേശുവിൻ ഭുജത്തിൽ ആരെ ഞാൻ ഭയപ്പെടും. പാരിലായുസിൻ നാളുകളെല്ലാം നമുക്ക് സഹായം ധാരാളമായി സർവശക്തനായ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയായ കർത്താവായ യേശുവിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ. ആമേൻ.